വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് തിരുവചനങ്ങളെ ധ്യാനിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് കടന്നു വന്നങ്ങയുടെ വചനങ്ങളെ ധ്യാനിപ്പാൻ അങ്ങ് ഒരുക്കിയിരിക്കുന്ന മുഖാന്തരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ആത്മനിറവിൽ രചിക്കപ്പെട്ട ഈ വചനം ആത്മനിറവിൽ ഘോഷിപ്പാൻ അടിയനെയും ഇത് കേട്ട് പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ അങ്ങയുടെ തിരുസാന്നിധ്യം കൂടെയിരുന്ന് ഞങ്ങളെ വഴി നടത്തണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം 30-31 തിരുവചനങ്ങൾ. സെയിൻറ്റ് ലൂക്ക്, Gospel according to Saint Luke, chapter 24, verses 30 and 31. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു, അവർ അവനെ തിരിച്ചറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ് എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം 2 ശിഷ്യന്മാർക്ക് എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാരല്ല, അപ്പോസ്തലന്മാരെ കൂടാതെ കർത്താവിന് അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ 2 പേർ, ഒരാളുടെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ക്ലെയോപ്പാവ്. മറ്റൊരാളുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്നും എമ്മോസിലേക്ക് 7 കിലോമീറ്റർ ദൂരെ അവർ പോകുകയാണ്. അവർ പോയപ്പോൾ നാം മനസ്സിലാക്കുക, യെരുശലേമിൽ കർത്താവിനെ ക്രൂശിച്ച് ശിഷ്യന്മാരൊക്കെയും വളരെ ഭയത്തോടു കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോസ്തലന്മാരുൾപ്പെടെ അവരുടെ പ്രതീക്ഷകളൊക്കെയും അസ്തമിച്ചു. അവർ പ്രതീക്ഷിച്ചതുപോലെ യഹൂദ ജനത്തെ വിടുവിക്കുവാൻ ഒരു രാജാവായി യേശു വന്നിരിക്കുന്നു എന്ന് കരുതിയിരുന്ന അവരുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വരുന്ന ഒരു മരണത്തിലേക്ക് യേശുവിനെ അയച്ച ഒരു സാഹചര്യം ഏറെ ഭയചകിതരായി ഈ ശിഷ്യന്മാരായിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് ഒരുപക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെടാനാകാം ഈ 2 ശിഷ്യന്മാർ എമ്മോസിലേക്ക് കടന്നു പോകുന്നത്. ഇവർ യാത്ര ചെയ്യുന്നത് നാം തിരുവചനം 24 അധ്യായം 13 തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരെയുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയും അന്യോന്യം സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ സംസാര വിഷയം മറ്റൊന്നുമല്ല, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നടന്ന സംഭവങ്ങൾ, യേശുവിനെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വന്ന സാഹചര്യങ്ങൾ, അതിനുശേഷം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ട വിവരങ്ങൾ, ഇതറിഞ്ഞുകൊണ്ടാണ് അവർ കടന്നു പോകുന്നത്. 24 അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ നാം വായിക്കുകയാണ്. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവർ അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ട് സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോകുന്നു. അന്ന് തന്നെ, അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ അന്ന് ഈ ശിഷ്യന്മാർ എമ്മോസിലേക്ക് കടന്നു പോവുകയാണ്. ഇവരുടെ സംസാര വിഷയം യേശുവിനെ കുറിച്ചായിരുന്നു. അങ്ങനെ അവർ മുമ്പോട്ട് പോകുമ്പോൾ നാം 15 തിരുവചനത്തിൽ വായിക്കുകയാണ്. സംസാരിച്ചും ചർച്ച ചെയ്തും പോകുമ്പോൾ യേശു അടുത്ത് എന്നവരോട് ചേർന്ന് നടന്നു. അവർ ഈ യേശുവിനെക്കുറിച്ച് സംസാരിച്ചവർ മുമ്പോട്ട് പോകുമ്പോൾ യേശു അവരോട് ചേർന്ന് നടക്കുകയാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. അടുത്ത തിരുവചനത്തിൽ നാം വായിക്കുന്നു, അവനെ അറിയാത്ത വിധം അവരുടെ കണ്ണുകൾ നിരോധിച്ചിരുന്നു. കാഴ്ചയുള്ളവരാണ്, പക്ഷേ കഴിഞ്ഞ 2-3 വർഷക്കാലം ഒരുപക്ഷെ യേശുവിനോട് കൂടെ നടന്നിരുന്ന ഈ ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ ശിഷ്യത്വം സ്വീകരിച്ചവരാണ്.
യേശുവിനോടൊപ്പം സഞ്ചരിച്ചവരാണ്, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയവരാണ്, യേശുവിനെ ഗുരുവായിട്ട് അംഗീകരിച്ചവരാണ്. എന്നാൽ യേശുവിനെ തിരിച്ചറിയാത്ത വിധം അവരുടെ കണ്ണുകൾ നിരോധിച്ചിരുന്നു, യേശുവിനെ അവർ തിരിച്ചറിയുന്നില്ല എന്ന് നമ്മോടെ വായിക്കുകയാണ്. എന്നാൽ യേശു അവരോടൊപ്പം നടന്നു പോവുകയാണ്. എന്തുകൊണ്ടാണ് യേശു അവരോടൊപ്പം നടക്കുന്നത്? യേശു ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ നാം അത് വായിക്കുന്നു. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയിരുന്നാലും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ യേശു സംസാര വിഷയമായി 2-3 പേർ എവിടെ കൂടിയാലും ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു വാഗ്ദത്തം യേശു നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ശിഷ്യന്മാർ 2 പേർ, അവരുടെ സംസാര വിഷയം മറ്റൊന്നുമല്ല, ലോകകാര്യങ്ങളല്ല, പിന്നെ യേശുവിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ ആ വാഗ്ദത്തം അവിടെ നിറവേറുന്നതായിട്ട് നാം കാണുകയാണ്. യേശു അവരുടെ മധ്യേ കടന്നു ചെല്ലുന്നു. അവരറിയുന്നില്ല എങ്കിൽ പോലും യേശു അവരോട് ചേർന്ന് നടക്കുന്നു. ഇത് ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. യേശു നമ്മുടെ സംസാര വിഷയമായി, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ വിഷയമായി മാറുമ്പോൾ യേശു നമ്മുടെ മധ്യേ കടന്നു വരും. ഒരുപക്ഷെ നാം പ്രത്യക്ഷ അറിയുന്നില്ല എങ്കിൽ പോലും നമ്മുടെ മധ്യേ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. കാരണം അത് യേശുവിൻ്റെ വലിയ വാഗ്ദത്തമാണ്. അത് ഭവനങ്ങളിലായിരുന്നാലും 2 പേർ ഒരുമിച്ച് യേശു സംസാര വിഷയമായി വരുന്ന സ്ഥാനങ്ങളിലൊക്കെയും 2-3 പേർ എവിടെ കൂടിയിരുന്നാലും അതിന് സ്ഥല പരിധികളില്ല. പള്ളി ആകണമെന്ന് നിർബന്ധമില്ല, ഭവനങ്ങളാകാം, യാത്രകളാകാം. യേശു സംസാര വിഷയമായി മാറുമ്പോൾ യേശു നമ്മുടെ മധ്യയെ കടന്നു വരും എന്നിവിടെ നാം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇവരോടൊപ്പം യേശുവും യാത്ര ചെയ്യുന്നു. എന്നിട്ട് യേശു അവരോട് ചോദിക്കുകയാണ്, 17-ാം വാക്യം, അവൻ അവരോട് നിങ്ങൾ യാത്രക്കിടയിൽ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. അപ്പോൾ അപരിചിതനായ ഒരു വ്യക്തി കൂടെ നടന്നു വരുന്നു. യേശുവിനെ അവർ തിരിച്ചറിയുന്നില്ല. യേശുവിൻ്റെ സംസാരം കേട്ടിട്ട് പോലും യേശു ആണെന്ന് അവർക്ക് അറിയുവാൻ കഴിയുന്നില്ല. അത്രയധികം അവരുടെ കണ്ണുകൾ നിരോധിച്ചിരുന്നു. യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമായിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ കാരണം ആ വാക്യത്തിൻ്റെ അവസാനം നാം വായിക്കുകയാണ്, അവർ വാടിയ മുഖത്തോടെ നിന്നു. അവിടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. അവർക്ക് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു യേശുവിനെക്കുറിച്ച്. ആ പ്രതീക്ഷകൾ ഇന്ന് പൂവണിയുന്നില്ല. അവരുടെ ജീവിതത്തിൽ നിരാശ, അതാണ് വാടിയ മുഖം എന്ന് നമ്മുടെ വായിക്കുന്നത്. നിരാശ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ, ദൈവത്തെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് നമ്മെ നയിക്കും. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ മുഖത്ത് നാം ആയിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ പ്രശ്നങ്ങളിൽ മാത്രമാണ്. കാരണം അവരുടെ സംസാര വിഷയങ്ങൾ 2-3 ദിവസത്തിനകം നടന്ന കാര്യങ്ങൾ മാത്രമാണ്. ആ സംസാര വിഷയങ്ങൾ യേശുവിനെക്കുറിച്ചാണെങ്കിൽ പോലും അവരുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വന്ന അവരുടെ ഡിസപ്പോയിൻമെൻറ്റ് അവരുടെ മുഖത്തൂടെ പ്രകടമാകുകയാണ്. ഇത് നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ ദൈവത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ കണ്ണുകൾ നിരോധിക്കപ്പെടും. നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ കേൾക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ചെവികൾ അടയ്ക്കപ്പെടും. യേശുവാണ് നമ്മോട് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നാം ആയിത്തീരും ഇതെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നാം വായിക്കുകയാണ് 18-ാം വാക്യം, ക്ലയോപ്പാസ് എന്ന് പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരിൽ ഒരാൾ ക്ലയോപ്പാവ് ചോദിക്കുകയാണ്, പരദേശികളിൽ നീ മാത്രമാണോ ഈ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നത്? കാരണം അന്ന് അല്ലെങ്കിൽ ആ ദിവസങ്ങൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പെരുന്നാളിൻ്റെ ദിവസങ്ങളാണ്. പെന്തക്കോസ്ത ദിനങ്ങളും തുടർന്നുള്ള ദിവസങ്ങളും ഏറ്റവും അധികം പ്രാധാന്യമർഹിക്കുകയും എല്ലായിടങ്ങളിലുമുള്ള യഹൂദന്മാർ യെരുശലേമിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന ഒരു കാലയളവിലാണ് യേശുവിനെ ക്രൂശിക്കുന്നത്. അപ്പോൾ അവിടെയുള്ളവർ മാത്രമല്ല, പരദേശികൾ, മറ്റ് സ്ഥലങ്ങളിൽ വസിക്കുന്ന യഹൂദന്മാരൊക്കെയും യെരുശലേമിൽ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ആ ദിവസങ്ങളിൽ തന്നെ യേശുവിനെ അവർ പരസ്യമായി
കൊല്ലുന്നത്. ഇങ്ങനെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷകൾ ഇതാണ് എന്ന് അവിടെ കടന്നു വന്ന എല്ലാ യഹൂദന്മാരെയും ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം യേശുവിനെ അർത്ഥനഗ്നനായി അവർ ക്രൂശിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആ വിവരം അറിയാം. അതുകൊണ്ടാണ് ക്ലെയോപ്പാവ് ചോദിക്കുന്നത്, പരദേശികളിൽ വന്നിരിക്കുന്ന നീ മാത്രമാണോ ഈ വിഷയം അറിയാത്തത്? യേശുവിന് ഈ വിഷയം അറിയാഞ്ഞിട്ടല്ല, ഇവർ സംസാരിച്ച വിഷയവും ഇവരായിരിക്കുന്ന അവസ്ഥയും യേശുവിന് നന്നായി അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് യേശു ഈ ചോദ്യങ്ങളൊക്കെയും ഇവരോട് ചോദിക്കുന്നത്? ചോദിക്കുമ്പോൾ അവർ അവനെ തിരിച്ചറിയുമോ ഇല്ലയോ എന്നുള്ള കാര്യവും യേശുവിന് അറിയാം. പക്ഷേ അവരുടെ സംശയങ്ങളെ മാറ്റുവാൻ യേശു അവരുമായി ഒരു കോൺവെർസേഷൻ, ഒരു ചർച്ച, ഒരു സംഭാഷണം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള സംഭാഷണം, യേശുവുമായിട്ടുള്ള സഹവാസം, യേശുവുമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ പ്രാർത്ഥനകളാണ് യേശുവിനെ കൂടുതലായി അറിയുവാൻ, യേശു നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുന്നത്. തുടർന്ന് നാം വായിക്കുകയാണ് 19-ാമത്തെ വാക്യം. എന്തു കാര്യം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെക്കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണിമാരും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുക്കുവാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3 ദിവസമാകുന്നു. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾ, അവർ ചിന്തിച്ചിരുന്ന കാര്യം അവർ പറയുകയാണ്. ഇസ്രയേലിനെ വീണ്ടെടുക്കുവാൻ ആണ് യേശു വന്നത് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് മഹാപുരോഹിതന്മാരും പ്രമാണിമാരും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് കൊടുത്തു എന്നവർ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് 22-ാം വാക്യം. രാവിലെ കല്ലറയ്ക്കൽ പോയ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ അമ്പരപ്പിച്ചിരുന്നു. അവൻ്റെ ശരീരം കണ്ടില്ല, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്നവർ മടങ്ങി വന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവർ അവനെ കണ്ടില്ല. അപ്പോൾ ഇവർ കാണുന്നതിന് മുമ്പ് യേശുവിനെ മറ്റാരെങ്കിലും കണ്ടതായിട്ട് ഇവരോട് പറയുന്നില്ല. യേശുവിനെ അടക്കിയിരുന്ന കല്ലറ ശൂന്യമായിരിക്കുന്നു, ആ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്നവർ പറയുന്നത് ഇവർ കേട്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ആ സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ച് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ചു. യേശു അവരെ ശാസിക്കുകയാണ്. അയ്യോ ബുദ്ധിഹീനരെ എന്ന് പറയുമ്പോൾ യു ഫൂൾ. കർത്താവ് തന്നെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, മറ്റൊരാളെ നീ വിഡ്ഢി എന്ന് വിളിക്കരുത്. ഇവിടെ അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ് ഇവരോട് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച ഈ ശിഷ്യന്മാർ യേശു പഠിപ്പിച്ചതൊക്കെയും വ്യക്തമായി കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ അവർ കേട്ട കർത്താവിൻ്റെ വചനത്തിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, വചനം കേട്ടു, പക്ഷേ ആ വചനത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശു അവരെ മന്ദബുദ്ധികളെ എന്ന് അഭിസംബോധന ചെയ്തത്. കാരണം യേശുവിൻ്റെ പ്രസംഗം എന്തായിരുന്നു? അവൻ കഷ്ടത സഹിച്ച് മഹത്വത്തിൽ കടക്കുമെന്ന് തന്നെ ശിഷ്യന്മാരോട് 3 പ്രാവശ്യം മരണത്തിന് മുമ്പ് പറയുന്നുണ്ട്. എന്നാൽ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അവരുടേതാകുന്ന ചില ചിന്തകളും ധാരണകളും യേശുവിനെക്കുറിച്ചുണ്ടായിരുന്നു. ഇസ്രായേൽ ജനതയെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം യേശു വന്നിരിക്കുന്നു എന്ന് മാത്രമാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതിന് ഭംഗം വന്നപ്പോൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇത് ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ തിരുവചനങ്ങൾ കേൾക്കുമ്പോൾ നാം നമ്മുടേതാകുന്ന ചില ചിന്തകളുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ വചനത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാനോ വിശ്വസിക്കുവാനോ നമുക്ക് കഴിയുകയില്ല. ഈ ശിഷ്യന്മാർക്ക് സംഭവിച്ചതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം
കേൾവിക്കാരായിട്ടല്ല പിന്നെയോ വചനം പ്രാവർത്തികമാക്കുന്നവരുമായിരിക്കുവീൻ എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനം: ആകയാൽ എൻ്റെ ഈ വചനങ്ങൾ കേട്ടനുസരിക്കുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. എൻ്റെ ഈ വചനങ്ങൾ കേട്ട് അനുസരിക്കുന്നവരൊക്കെ, കേൾക്കുന്നവരല്ല, പിന്നെ കേട്ട് അനുസരിക്കുന്നു. കേട്ട് അനുസരിക്കണമെങ്കിൽ അത് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അത് പൂർണ്ണമായും വിശ്വസിക്കുമ്പോഴാണ് അത് അനുസരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഈ വചനത്തെ പൂർണ്ണമായും വിശ്വസിക്കുവാനും അതനുസരിക്കുവാനും എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കുക. കർത്താവ് അതിനെ താരതമ്യപ്പെടുത്തുന്നത് എന്തിനോടാണ്? പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. മഴ പെയ്തു, വെള്ളം പൊങ്ങി, കാറ്റ് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് പാറമേൽ അടിസ്ഥാനമുള്ളതായിരുന്നതിനാൽ വീണില്ല. അടിസ്ഥാനമുള്ള വീട്, പാറമേൽ പണിത വീട്, അതിന് തുല്യമാണ് എൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവർ എന്ന് കർത്താവ് പറയണം. അതായത് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കാറ്റും കോളും കടന്നു വരുമ്പോൾ അത് ഉലയാതെ വീഴാതെ നിൽക്കണമെങ്കിൽ പാറമേൽ പണിത ഭവനം പോലെ വചനാധിഷ്ഠിതമായി വചനത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി നാം ഓരോരുത്തരും തീരണം. അങ്ങനെ ആ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വീണുപോകാതെ, താണുപോകാതെ, തളർന്നു പോകാതെ നിൽക്കുവാൻ തക്കോണം കഴിയുകയുള്ളൂ എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയുന്നു, എൻ്റെ ഈ വചനങ്ങൾ കേട്ടനുസരിക്കാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാണ്. അവനും വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ വചനം അനുസരിക്കുന്നില്ല. അവൻ മണലിന്മേൽ പണിത ഭവനം പോലെ തുല്യനാകുന്നു. എന്താണ് ഇതിനെ സംഭവിക്കുന്നത്? മഴ പെയ്തു, വെള്ളം പൊങ്ങി, കാറ്റ് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. അപ്പോൾ മണലിന്മേൽ പണിത ഭവനം പ്രതികൂല സാഹചര്യങ്ങളിൽ നിലനിൽക്കുകയില്ല. അത് വീണു, അതവിടെ നിലനിൽക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ഈ വചനങ്ങൾ യേശു പറഞ്ഞു തീർന്നപ്പോൾ ജനക്കൂട്ടം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും ആ വചനത്തെ പൂർണ്ണമായും വിശ്വസിക്കുവാനും അതനുസരിക്കുവാനും നമുക്ക് കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം. വചനം കേൾക്കുന്നു, ദൈവത്തെ അറിയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് കരുതി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയില്ല. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആകാം. കർത്താവിനെ അറിയുന്നവർക്കും അറിയാത്തവർക്കും പ്രശ്നങ്ങൾ ഒരുപോലെ കടന്നു വരും. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്ന, ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും സാഹചര്യങ്ങളിൽ അവന് വീണുപോകാതെ ഉറച്ചു നിൽക്കുവാൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവന് കഴിയുമെന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ശിഷ്യന്മാരെ കർത്താവ് മന്ദബുദ്ധികളെ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. താൻ പഠിപ്പിച്ച കാര്യങ്ങൾ വിശ്വസിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ കേട്ടു, പക്ഷേ അത് കേൾക്കുന്നതിലുപരിയായി അത് വിശ്വസിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് വീണ്ടും 27-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, മോശ മുതൽ സകല പ്രവാചകന്മാരും എല്ലാ തിരുവെഴുത്തുകളും തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതൊക്കെയും അവൻ അവർക്ക് വ്യാഖ്യാനിച്ച് കൊടുത്തു. അപ്പോൾ യേശുവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ മോശ മുതൽ പറഞ്ഞിരിക്കുന്ന, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകൾ, അതായത് പ്രവചനങ്ങൾ അവരോട് പറഞ്ഞ് അവരെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അന്നത്തെ ആ സാഹചര്യത്തിൽ നമുക്കറിയാം, പുതിയ നിയമമില്ല, പഴയ നിയമമാണ് അവർക്ക് പ്രമാണങ്ങളായി ലഭ്യമായിരുന്നത്. എന്നാൽ ഈ പ്രമാണങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്ന ഈ ശിഷ്യന്മാർക്ക് വീണ്ടും കർത്താവ് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ പൊരുൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടും യേശുവാണെന്ന് അവർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. നാം വായിക്കുന്നു 28-ാം വാക്യത്തിൽ, അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് യാത്ര ചെയ്യുന്നതായി ഭാവിച്ചു. അവർ മുമ്പോട്ട് പോയി അവർ എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് അടുക്കുമ്പോൾ അവിടേക്ക് തിരിയുവാൻ തക്കോണം ശ്രമിക്കുമ്പോൾ യേശു മറ്റൊരു വഴി മുമ്പോട്ട് പോകുവാൻ തക്കോണം ഭാവിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ് 29-ാം വാക്യം, അവരോ ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകാറായല്ലോ, പകൽ അവസാനിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോട്
കൂടെ പാർക്കുവാൻ ചെന്നു. അപ്പോൾ അവർ പറയുകയാണ്, അപരിചിതനായ ഒരു വ്യക്തിയാണ്, ആരെന്നറിഞ്ഞുകൂടാ. യേശു ആണ് എന്ന് അതുവരെയും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. യേശുവിനെ കണ്ടിട്ടും യേശുവിൻ്റെ ശബ്ദം കേട്ടിട്ടും യേശു ആണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ മണിക്കൂറുകൾ, അതായത് ഇത്രയും ദൂരം നടക്കണമെങ്കിൽ തീർച്ചയായും സമയമെടുക്കുന്ന കാര്യമാണ്. അധിക സമയം കർത്താവ് അവരോട് കൂടെ ഇരുന്നിട്ടും യേശു പറയുന്നത് മനസ്സിലാക്കുവാനോ യേശു ആണെന്ന് തിരിച്ചറിയുവാനോ ആ നിമിഷം വരെയും അവർക്ക് കഴിയുന്നില്ല എന്ന് നമ്മുടെ കാണുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. നാം യേശുവിനോട് പ്രാർത്ഥിക്കും, യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പക്ഷേ യേശു മറുപടി നൽകുമ്പോൾ അത് തിരിച്ചറിയുവാനും അത് മനസ്സിലാക്കുവാനും കഴിയാത്ത തരങ്ങളിൽ നമ്മുടെ കണ്ണുകൾ നിരോധിക്കപ്പെടും. അതിന് കാരണം ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അവ നിരാശയിലേക്ക് നമ്മെ തള്ളി ഇടുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെടും. യേശുവിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ വരും. എന്നിട്ട് നാം വായിക്കുകയാണ് 30-ാം വാക്യം. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു, അവർ അവനെ തിരിച്ചറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവരെ ഭവനത്തിലേക്ക് ഈ അപരിചിതനായ വ്യക്തിയെ സ്വീകരിച്ചു. സ്വീകരിക്കുക മാത്രമല്ല, അവന് ഭക്ഷണവും അവർ ഒരുക്കുകയാണ്. കാരണം യേശു കൊണ്ടുവന്ന ഭക്ഷണമല്ല അവിടെ കൊടുക്കുന്നത്. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. അപ്പോൾ യേശുവിനെ തിരിച്ചറിയുവാൻ പറ്റിയത് അവരുടെ കണ്ണുകൾ അവിടെ തുറക്കുമ്പോഴാണ്. അവിടെ അന്ധമായിരിക്കുന്ന ആ കണ്ണുകൾക്ക് വീണ്ടും യേശുവിനെ തിരിച്ചറിയാൻ കഴിയുന്നൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. എപ്പോഴാണത് സാധ്യമായത്? അപരിചിതനായ ഒരു വ്യക്തി ഈ 2 ശിഷ്യന്മാരോടൊപ്പം നടന്നു. സായാഹ്നമായപ്പോൾ, വൈകിയപ്പോൾ അവനെ ഭവനത്തിലേക്ക് അവർ സ്വീകരിക്കുകയാണ്. അപരിചിതനാണ്. ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഒരുപക്ഷെ ഇവർക്കില്ലായിരിക്കാം. പക്ഷേ അവരുടെ സ്വന്തം ഭവനത്തിൽ ആ വ്യക്തിയെ സ്വീകരിക്കുവാനുള്ളൊരു കൺസേൺ, ആ വ്യക്തി ഒറ്റയ്ക്ക് വേണം ഇനി മുമ്പോട്ട് പോകുവാൻ. രാത്രിയായി, അന്നത്തെ സാഹചര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ വ്യക്തിയുടെ സംരക്ഷണത്തിനായിട്ട് അവർ അവരുടെ ഭവനം തുറന്നു കൊടുക്കുകയാണ്. മാത്രമല്ല, ആ അപരിചിതനായ വ്യക്തിക്ക് ഉള്ള ഭക്ഷണം കൂടി അവർ നൽകുന്നതായിട്ട് നാം കാണുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ യേശു പലപ്പോഴും അപരിചിതരായി നമ്മോടൊപ്പം നടക്കും. നാം യേശുവിനെ അന്വേഷിച്ച് കടന്നു പോകുന്ന സാഹചര്യത്തിൽ യേശുവിനെ പലപ്പോഴും നമുക്ക് കണ്ടെത്തുവാൻ കഴിയാതെ വരുന്നത് യേശു ഒരുപക്ഷെ അപരിചിതനായിട്ടാകാം നമ്മുടെ കൂടെ കടന്നു വരുന്നത്. അപ്പോൾ അപരിചിതനായ ഒരു വ്യക്തിയുടെ ആവശ്യം മനസ്സിലാക്കി ആ വ്യക്തിക്ക് വേണ്ടി നാം കരുതുമ്പോൾ അത് വലിയ അനുഗ്രഹങ്ങളിലേക്ക് നയിക്കപ്പെടും എന്നുകൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ അപരിചിതനാണ് അവരോടൊപ്പം അല്പസമയം അല്ലെങ്കിൽ കുറച്ച് സമയം അവരോടൊപ്പം നടന്നു, വചനങ്ങൾ പങ്കിട്ടു. പക്ഷേ ആ വ്യക്തിയെക്കുറിച്ചുള്ളൊരു കൺസേൺ, അവന് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇത്രയും ദൂരം യാത്ര ചെയ്യണം, അവനിനി അന്തി ഉറങ്ങാൻ ഒരു സ്ഥലമുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം യാത്ര ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവൻ ഏകനായിട്ട് പോകേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയെ അവരുടെ ഭവനത്തിലേക്ക് അവർ സ്വീകരിക്കുകയാണ്. അത് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് തീരുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ഇപ്രകാരമുള്ള അനേക വ്യക്തികളെ നമുക്ക് ഒരുപക്ഷെ യേശു തന്നെ നമ്മളുമായി ബന്ധിപ്പിക്കും. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനേക വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാഹചര്യങ്ങൾ യേശു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. പലപ്പോഴും ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ, ആ വ്യക്തിയെക്കുറിച്ചൊരു കൺസേൺ നമുക്കുണ്ടാകുമ്പോൾ ആ വ്യക്തിയെ സ്വീകരിക്കുവാനും ആ വ്യക്തിക്ക് വേണ്ടി കരുതുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നത്. ഇതാണ് ഈ 2 ശിഷ്യന്മാർക്ക് ഇവിടെ ലഭ്യമാകുന്നത്. അവരുടെ കണ്ണുകൾ തുറന്നു. എപ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. 2 പ്രധാന കാര്യം യേശുവിൻ്റെ ഇവരുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചകൾ നടക്കുകയാണ്. ഒന്ന്, യേശു വചനം ഇവരുമായിട്ട് പങ്കിടുകയാണ്. പഴയ നിയമം മുതൽ മോശെ മുതൽ സകല പ്രവാചകന്മാരും തന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ള തിരുവെഴുത്തുകൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് ഒരു ഭാഗം. രണ്ടാമത്, അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് നൽകുകയാണ്. വിശുദ്ധ ബലി, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞ് യേശു ആരംഭിച്ച ആ വിശുദ്ധ ബലി
ഇതൊരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന രണ്ട് കാര്യമാണ്. ദൈവത്തിൻ്റെ വചനങ്ങളും വിശുദ്ധ ബലിയും. ഇതാണ് യേശുവിനെ കൂടുതലായി അറിയുവാൻ നമുക്ക് മുഖാന്തരമായി തരുന്നത്. യേശുവുമായി ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകുന്ന രണ്ട് കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ കുർബാനയിൽ ഈ രണ്ട് കാര്യത്തിനും അതിപ്രധാനമായ സ്ഥാനം നൽകുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് സുവിശേഷ വായനയിൽ നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, എത്രയോ ഭവ്യതയോടുകൂടി, എത്രയോ ഭയത്തോടു കൂടിയാണ് ആ ദൈവത്തിൻ്റെ വചനം ഉയർത്തപ്പെടുന്നത്. അത് ആ ദൈവത്തിൻ്റെ വചനം അവിടെ വ്യാഖ്യാനിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന എത്രയോ ഭയഭക്തിയോടുകൂടിയാണ് അത് സ്വീകരിക്കേണ്ടത്. യേശു സ്ഥാപിച്ച എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു കൽപ്പിച്ച ആ ബലിയുടെ ഓർമ്മയായി നൽകിയ വിശുദ്ധ കുർബാന, ഇത് രണ്ടും ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ അതിപ്രധാനമായ രണ്ട് ഘടകങ്ങളാണ്. അതുകൊണ്ടാണ് യേശു ഈ രണ്ട് ശിഷ്യന്മാരെ കണ്ടുമുട്ടുമ്പോൾ ഈ രണ്ട് കാര്യവും അവർക്ക് ചെയ്യുന്നത്. ഒന്ന്, തന്നെക്കുറിച്ചുള്ള തിരുവചനങ്ങൾ അവൻ വ്യാഖ്യാനിക്കുന്നു. രണ്ട്, അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് നുറുക്കി വാഴ്ത്തി അവർക്ക് നൽകുകയാണ്. അപ്പോഴവരുടെ കണ്ണുകൾ തുറന്നു, അവർ യേശുവിനെ തിരിച്ചറിയുന്നു എന്ന് നമ്മുടെ വായിക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് വലിയ പാഠമാണ്. അതോടൊപ്പം തന്നെ നാം മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക. നാം ഏതൊരു സാഹചര്യത്തിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോയാലും നമ്മെ തള്ളിക്കളയാത്തൊരു യേശു നമ്മുടെ കൂടെ കടന്നു വരുന്ന ഒരു യേശു നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കുക. 11 അപ്പോസ്തലന്മാരും ഭയത്തോടുകൂടി ഇരിക്കുമ്പോൾ രണ്ട് ശിഷ്യന്മാർ അവരെ ഏൽപ്പിച്ച ദൗത്യം വിട്ട് കടന്നു പോകുമ്പോൾ അവരുടെ പിന്നാലെ കടന്നു ചെന്ന് അവരെ ഉറപ്പിക്കുന്ന, അവരെ ബലപ്പെടുത്തുന്ന, അവർ യേശുവിനെ തിരിച്ചറിയുന്നൊരു സാഹചര്യം യേശു അവിടെ സൃഷ്ടിക്കുകയാണ്. യേശു നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ കൈവിടുന്നില്ല എന്നുകൂടി ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യേശുവിനോട് ചേർന്ന് ജീവിപ്പാൻ, നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.